ഹലോ, ഇന്ന് നമ്മൾ ഗേറ്റ് എക്സാമിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റ് 2023 അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 30 തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി ഈ മാസം സെപ്റ്റംബർ 30 വരെയാണ് അതിൻ്റെ റെഗുലറായിട്ട് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ 7th ഒക്ടോബർ വരെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അതായത് ലേറ്റ് ഫീ വെച്ചിട്ട് ലേറ്റ് എക്സ്ട്രാ ഫീ അടച്ചുകൊണ്ട് നമുക്ക് 7th വരെ ചെയ്യാമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ എന്നാലും റെഗുലർ ആയിട്ടുള്ളത് ആപ്ലിക്കേഷൻ 13 സെപ്റ്റംബറാണ്. അപ്പോൾ നമ്മൾ 13 സെപ്റ്റംബറാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ദെൻ എക്സാം ഇത് വരുന്നത് നെക്സ്റ്റ് ഇയർ ആണ്. 2023 ഫെബ്രുവരി മാസത്തിലാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗേറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും. ഇപ്പോൾ ഈ വർഷം നമ്മുടെ ഗേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് IIT കാൺപൂറാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാ IITകളും IIScയും കൂടെ ചേർന്നിട്ടാണ് എല്ലാ പ്രാവശ്യവും ഗേറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഓർഗനൈസിങ് ആയിട്ട് ഓരോ വർഷവും ഓരോ IITs ആയിരിക്കും ചെയ്യുന്നത്. സോ ഈ വർഷം അത് ചെയ്യുന്നത് IIT കാൺപൂറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുത്തിട്ട് അതിൽ ഗേറ്റ് 2023 അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നത് ഗേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഓക്കെ, സോ എപ്പോഴും ഗേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ കണ്ടു, ഇവിടെ നമ്മുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് gate.iitk.ac.in. അത് അടിച്ചു കൊടുത്താൽ നമ്മൾ നേരിട്ട് തന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും. ഓക്കെ, സോ നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കാണുക. ഈ പേജിൽ എന്താ ഗേറ്റിനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ അതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഗേറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ബ്രോഷർ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സാം സിറ്റീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ ഗേറ്റ് എക്സാം എഴുതുന്നത്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സൈറ്റിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ആദ്യം ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ സൈറ്റിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ഗേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കാണും. അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട്. ഈ ഒരു ഓപ്ഷനുണ്ട്. സോ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. സോ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലാണ് നോക്കിയാൽ സൈഡിൽ ഇൻഫർമേഷൻ ബ്രോഷറുണ്ട്, എന്തൊക്കെയാണ് ഈ ഡോക്യുമെൻറ്റ്സ് വേണ്ടത് അപ്ലൈ ചെയ്യാനായിട്ട്, പിന്നെ അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, എലിജിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ ഇൻഫർമേഷൻ ബ്രൗഷർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രൗഷർ ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഗേറ്റിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ, എന്തിനാണ് ഗേറ്റ് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ പേപ്പേഴ്സാണുള്ളത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിൽ വരും. ഓക്കെ, സോ നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ നോക്കിയും ലോഗിൻ ഇഫ് ഓൾറെഡി രജിസ്റ്റേർഡ് എന്നിട്ടാണ് പറഞ്ഞിട്ടാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ഗേറ്റ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആപ്ലിക്കേഷൻ ഫോമിലേക്ക് കയറാൻ പറ്റും. അതല്ല നിങ്ങൾ ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ താഴെ കണ്ടോ, താഴെ ഇവിടെ ഒരു ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ, ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ന്യൂ യൂസറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ഹിയർ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതായത് ഇങ്ങനൊരു വിൻഡോ, ദാറ്റ് ഈസ് നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നെയിം, ഇവിടെ നിങ്ങളുടെ നെയിം കൊടുക്കുക, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, സർ നെയിം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് വരും. ഓക്കെ, അത് അടിച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റാണ് വന്നിരിക്കുന്നത്, കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൺഫേം എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഞെക്കുക. കണ്ടിട്ടൊരു കൺഫേം ബട്ടൺ ഉണ്ട്, ആ ബട്ടണിലേക്ക് നിങ്ങൾ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അവർ ചോദിക്കും. അതായത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങൾ ഏത് അഡ്രസ്സിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ആ അഡ്രസ്സ് അഗെയിൻ കൺഫേം ചെയ്യുക, നിങ്ങളുടെ കൺട്രി ഏതാണെന്നുള്ളത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, then നിങ്ങളുടെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക, ദെൻ ക്രിയേറ്റ് എ പാസ്വേഡ്. ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു സ്ട്രോങ് ആയിട്ട് 8 മിനിമം ക്യാരക്ടേഴ്സ് വേണം, എങ്ങനെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡിൻ്റെ ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂഷ്വലി നിങ്ങൾക്ക് കൊടുക്കുക ഒരു പാസ്വേഡ്, നിങ്ങൾക്ക് ഏത് പാസ്വേഡാണോ കൊടുക്കേണ്ടത് ആ ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ദെൻ കൺഫേം ചെയ്യുക. അവർ കൊടുത്തിട്ടൊരു നിങ്ങൾ റോബോട്ട് എല്ലാം നിർപ്പിക്കാനായിട്ട് ഒരു അത്തമെറ്റിക് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യുക, ദെൻ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ദെൻ എഗെയിൻ നമ്മുടെ ഇനിഷ്യൽ വിൻഡോയിലേക്ക് അത് പോകും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു അല്ലേ? ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെയിൽ ID ഉണ്ട്, പാസ്വേഡും ഉണ്ട്. ദെൻ നിങ്ങളിവിടെ ലോഗിൻ ഓൾറെഡി നോക്കിയിട്ടുള്ള ഇവിടെ നിങ്ങളുടെ
ഇമെയിൽ അഡ്രസ്സിൻ്റെ അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾ ഏതാണോ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക. ദെൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ കൊടുക്കുക, സബ്മിറ്റ്. ഓക്കെ, അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോവാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ദാറ്റ് ഈസ് അവർ വെൽക്കം ചെയ്യുകയാണ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ K2023 ഇൻഫർമേഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് വായിച്ചിട്ടുണ്ട്, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ റെഡി ആണെന്ന് പറഞ്ഞിട്ടൊരു ഡിക്ലറേഷൻ കോളം വരും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ടിക്ക് ചെയ്യാം. ദെൻ സ്റ്റാർട്ട് ഫില്ലിംഗ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആരോയിൽ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ അപ്പോൾ അവരാദ്യം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ആ ബ്രോഷർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, വായിച്ച് നോക്കിയിട്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നതാണ് നല്ലത്. ഓക്കെ, സോ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ 3 കാര്യം സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, ദാറ്റ് ഈസ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എടുക്കുക, അതിനെ സ്കാൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്, എത്ര സൈസാണ് വേണ്ടത്, എത്ര പിക്സലാണ് വേണ്ടതെന്നൊക്കെ ആ ഒരു ഇൻഫർമേഷൻ ബ്രോഷറിൽ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നൊരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. സോ അവർ പറയുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻ തന്നെ നിങ്ങളത് സ്കാൻ ചെയ്ത് വെക്കണം. ദെൻ നിങ്ങളുടെ സൈൻ സ്കാൻ ചെയ്ത് വെക്കണം. ദെൻ ഒരു ഐ ഡി പ്രൂഫ്, ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫും കൂടെ നിങ്ങൾ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് ഏത് വേണമാവാം, ആധാറോ പാനോ നിങ്ങളുടെ ലൈസൻസോ എന്ത് വേണമാവാം. അത് നിങ്ങൾ PDF ഫോമാറ്റിലാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ID കാർഡ് സ്കാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതെല്ലാം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ബ്രോഷറിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഓൾറെഡി അത് സ്കാൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനിഷ്യലി ഫസ്റ്റ് ഒരു 5 സ്റ്റേജായിട്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പറയുന്നത്. അതിൽ ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. അതായത് നിങ്ങൾ എത്ര പേപ്പറാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഗേറ്റിൽ 2 പേപ്പർ വരെ എഴുതാൻ പറ്റും. അതായത് നിങ്ങളിപ്പം നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ പേപ്പറിൻ്റെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം വേറെ കുറച്ച് പേപ്പേഴ്സിൻ്റെ ഓപ്ഷനും കൂടെ വരും. ഇൻ കേസ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 2 പേപ്പർ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ കിടന്ന് സെലക്ട് ഗേറ്റ് പേപ്പർ 1 ഏതാണ് നിങ്ങളുടെ പേപ്പർ 1 എന്നുള്ളത് അവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് നിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നിങ്ങളുടെ പേപ്പർ ഇപ്പോൾ സിവിൽ ആണെങ്കിൽ സിവിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ 2 ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ അടുത്തൊരു ഓപ്ഷനും കൂടെ വരും, ദാറ്റ് ഇസ് സെലക്ട് പേപ്പർ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഒരു 5-6 പേപ്പർ, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്ന ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വേറൊരു പേപ്പേഴ്സും കൂടെ വരും. നിങ്ങൾക്ക് ഏത് പേപ്പറാണോ വേണ്ടത് ആ പേപ്പർ നിങ്ങൾ ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ ഒറ്റ പേപ്പർ എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ 1 എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ പേപ്പർ ഏതാണ് നിങ്ങളുടെ ബ്രാഞ്ച്, ഇപ്പോൾ സിവിലാണെങ്കിൽ സിവിൽ, കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ, നിങ്ങൾക്ക് ഏതാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് വേണം എഴുതാം. ഓക്കെ, ഇന്നത് ഇപ്പോൾ സിവിലായതുകൊണ്ട് സിവിൽ തന്നെ എഴുതണമെന്നില്ല. എനിക്കിപ്പോൾ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിനാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പേപ്പർ അതിനകത്തുള്ള ഏത് പേപ്പറാണോ നിങ്ങൾക്ക് എഴുതേണ്ടത് ആ പേപ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ എക്സാമിനേഷൻ കൺട്രി ഇന്ത്യ ആയിരിക്കുമല്ലോ. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, വേറെ കൺട്രി ആണെങ്കിൽ വേറെ അത് കൊടുക്കുക നിങ്ങൾ. ദെൻ എക്സാമിനേഷൻ സിറ്റി 3 ഓപ്ഷൻ ഉണ്ട് ഓരോ സിറ്റി. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സിറ്റിയിലെ ഓപ്ഷൻ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ അടുത്ത് നിങ്ങളത് കൊടുക്കുക. ദെൻ സെക്കൻഡ് സിറ്റിയുടെ ഓപ്ഷനിൽ നിന്ന് എടുത്ത ഏതാണോ അത് കൊടുക്കുക. ദെൻ തേർഡ് സിറ്റി, അങ്ങനെ 3 സിറ്റിയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാണ്. ഒരു പേപ്പർ ആണെങ്കിൽ 1 പേപ്പർ, 2 പേപ്പർ എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 2 പേപ്പർ കൊടുക്കുക. ദെൻ സേവ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വിൻഡോയിലേക്ക്, ദാറ്റ് ഇസ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് കയറുമ്പം ഓൾറെഡി നിങ്ങൾ ഗേറ്റ് രജിസ്റ്റർ ചെയ്തല്ലോ. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്കും, അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കും അതുപോലെ തന്നെ ഫോൺ നമ്പറിലേക്കും അവരുടെ എൻറോൾമെൻറ്റ് ID അയച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു OTP അയച്ചിട്ടുണ്ടാവും, 1 ടൈം പാസ്വേഡ്. ഓക്കെ, മെയിലിലേക്കും അയച്ചിട്ടുണ്ടാവും, ഫോൺ നമ്പറിലേക്കും അയച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ വെരിഫൈ ചെയ്യാനാണ്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും വെരിഫൈ ചെയ്യാനായിട്ടാണ് ആ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു പേജ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് ID ഉണ്ടാവും, നിങ്ങളുടെ പേരുണ്ടാവും, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും ഓൾറെഡി അവിടെ ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങളിവിടെ നോക്കുക കറക്റ്റ് നിങ്ങൾക്ക് വന്ന മെസ്സേജിൽ എൻറോൾമെൻറ്റ് ID തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ പേര് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇത് ഓൾറെഡി ഉണ്ടാവും. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആരോയിലേക്ക് ക്ലിക്ക് ചെയ്യുക. ദാറ്റ് ഇസ് വെരിഫൈ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ വെരിഫൈ മൊബൈൽ നമ്പർ. ഈ 2 ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്, അവിടെ ഒരു OTP അവർ ചോദിക്കും. ആ OTP ഓൾറെഡി നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ ഗേറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. ആ OTP അവിടെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നിങ്ങൾ വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും OTP ചോദിക്കും. സോ നിങ്ങൾ ആ OTP അടിച്ചു കൊടുക്കുക.
ഓക്കെ. അപ്പോൾ അത് കഴിയുമ്പോൾ വെരിഫൈ, രണ്ടും മെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും വെരിഫൈ ആയി. ദെൻ അഗെയിൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ദെൻ നിങ്ങൾ ജെൻഡർ ഏതാണെന്ന് കൊടുക്കുക, നാഷണാലിറ്റി, കാറ്റഗറി, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണം. നിങ്ങളുടെ പെർമനൻറ്റ് റെസിഡൻസ് എവിടെയാണെന്ന് കൊടുക്കുക. ദെൻ വാലിഡ് ഫോട്ടോ ഐ ഡി, നിങ്ങൾ ഏത് ഫോട്ടോ ഐ ഡി ആണ് എക്സാം എഴുതുമ്പോൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു വോട്ടേഴ്സ് ഐ ഡി. ഇപ്പം നിങ്ങളിവിടെ ഏത് വോട്ടേഴ്സ് ഐ ഡിയാണ് സെലക്ട് ചെയ്യുന്നത്, ആ വോട്ടേഴ്സ് ഐ ഡിയാണ് നിങ്ങൾ ഫൈനലി അപ്ലോഡും ചെയ്യേണ്ടത്. സോ ഏത് ഫോട്ടോസ് ഐ ഡി ആണെന്ന് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ വോട്ടേഴ്സ് ഐ ഡി നമ്പർ കൊടുക്കുക. ഇത് നിങ്ങളുടെ പേരൻ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ നമ്പർ കൊടുക്കുക, സോറി പേര് കൊടുക്കുക, ഗാർഡിയൻ റെസിഡൻസ്, പുള്ളിയുടെ മൊബൈൽ നമ്പർ, ഇത്രയും കൊടുക്കുക. ഫോം സേവ് ചെയ്യുക. നെക്സ്റ്റിലേക്ക് പോകും. നെക്സ്റ്റിലേക്ക് വരുന്നത് നിങ്ങളുടെ കറസ്പോണ്ടൻസ്, അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളുടെ സ്ഥിരം അഡ്രസ്സ് എവിടെയാണ്, നിങ്ങളുടെ വീട് എവിടെയാണ്, അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അത് കൊടുക്കുക. അത് സേവ് ചെയ്യുക. നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്വാളിഫൈഡ് ഡിഗ്രി ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഇയേഴ്സിന്, അതിപ്പം തേർഡ് ഇയർ പഠിക്കുന്ന ബിടെക് തേർഡ് ഇയർ പഠിക്കുന്ന ആൾക്കാർക്കും എഴുതാൻ പറ്റും, അതേപോലെ ബിടെക് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കും എഴുതാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് കൊടുക്കുക. അപ്പോൾ കോളേജ്, നിങ്ങൾ പഠിക്കുന്ന കോളേജ്, ഇപ്പോൾ തേർഡ് ഇയർ കുട്ടികളാണെങ്കിൽ കോളേജിൻ്റെ പിൻകോഡ്, നിങ്ങൾ ഏത് കോളേജാണ്, സ്റ്റേറ്റ്, കാര്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ, രജിസ്റ്റർ നമ്പർ, റോൾ നമ്പർ, ഈ ഉദ്ദേശിക്കുന്ന രജിസ്റ്റർ നമ്പർ, റോൾ നമ്പർ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പം ഫൈനൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ, ആ രജിസ്റ്റർ നമ്പർ നിങ്ങളവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ ക്വാളിഫൈങ് ഡിഗ്രി, ഇപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഇപ്പം പാസ് ഔട്ട് ആയവരാണെങ്കിൽ ബിടെക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതല്ല തേർഡ് ഇയർ പഠിക്കുന്നവരാണെങ്കിൽ പെർസ്യൂയിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ ഇതാണ് നിങ്ങൾ തേർഡ് ഇയേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഓപ്ഷൻ കൊടുക്കുക, കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ അത് നിങ്ങൾ കൊടുക്കുക. ഇത് നിങ്ങളുടെ ക്വാളിഫൈങ് ഡിസിപ്ലിൻ, ഏത് ഡിസിപ്ലിനാണ് നിങ്ങളെന്നുള്ളത് കൊടുക്കുക. അതേപോലെ തന്നെ ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ ഫോർ ഇയേഴ്സും കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ യെസ്, അല്ല തേർഡ് ഇയറിൽ പഠിക്കുന്നവരാണെങ്കിൽ ആ ഓപ്ഷൻ കൊടുക്കുക. then ഏത് വർഷമാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. കോളേജ് നെയിം, കോളേജുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അതിൽ സേവ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകും. ഈ നെക്സ്റ്റ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, ഫോട്ടോ ഐ ഡി വേണം. അപ്പോൾ നിങ്ങൾ എല്ലാം ആദ്യം തന്നെ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. കണ്ടു, ഇവിടെ അവർ പറയുന്നുണ്ട് ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ JPG ഫോമാറ്റ് ആയിരിക്കണം, അതിൻ്റെ സൈസ് എങ്ങനെയാണ് വേണ്ടത്, അതിൻ്റെ പിക്സൽ എന്താണെന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങളതിനെ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. പിന്നെ ഈ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡിവൈസിൽ തന്നെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും സിഗ്നേച്ചറിൻ്റെ അവിടെയും ചൂസ് ഫയൽ കൊടുക്കുമ്പോൾ ഡിവൈസിൽ തന്നെ ഉള്ളതാണ് അവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഫോട്ടോ ഐ ഡി PDF-ലാണ് കൊടുക്കേണ്ടത്. സോ നിങ്ങൾ അവിടെ ആദ്യം കൊടുത്ത ഫോട്ടോ ഐ ഡി നമ്പർ ഏതാണോ ആ ഫോട്ടോ ഐ ഡി വേണം അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, സോ അപ്ലോഡ് ചെയ്യുക. ദെൻ സേവ് കൊടുക്കുക. ദെൻ ഇവിടെ കണ്ടു, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സേവ് ആൻഡ് വ്യൂ ആപ്ലിക്കേഷൻ. അത് ഇത്രയേ ഉള്ളൂ. ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. സോ സേവ് ആൻഡ് വ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം സേവ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ വൺസ് നിങ്ങൾ റിവ്യൂ ആൻഡ് സബ്മിറ്റ്, ഇതിൻ്റെ റൈറ്റിലൊരു ഓപ്ഷൻ ഉണ്ട്, റിവ്യൂ ആൻഡ് സബ്മിറ്റ്. ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾ സബ്മിറ്റ് ചെയ്തു. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, സേവ് ആൻഡ് വ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തിടുക. എന്നിട്ട് ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടിട്ട് നിങ്ങളെല്ലാം ഒന്നും കൂടെ വായിച്ച് നോക്കുക. വായിച്ച് നോക്കി എല്ലാം കറക്റ്റാണ് എങ്കിൽ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വൺസ് നിങ്ങൾ ചെയ്ത സാധനം സേവ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേ നിങ്ങളിപ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ആദ്യത്തെ പേഴ്സണൽ എക്സാം ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും വരെ ഫില്ല് ചെയ്തുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി നിങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ ഫില്ല് ചെയ്യാൻ പറ്റില്ല, ടൈമില്ലെന്ന് വിചാരിക്കാം. നിങ്ങൾ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ സംഭവം അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എന്നിട്ട് ലോഗ് ഔട്ട് ചെയ്ത് പോയി അടുത്ത ദിവസമാണ് നിങ്ങൾ ബാക്കി ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എവിടം വരെ സേവ് ചെയ്തിട്ടുണ്ടോ ആ സംഭവം ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ രണ്ടാമതിൽ കയറാനായിട്ട് എന്ത് ചെയ്താൽ മതി, ലോഗിൻ ചെയ്ത് നിങ്ങളെ മെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അകത്ത് കയറുമ്പോൾ നിങ്ങൾ ചെയ്തിട്ട ഡീറ്റെയിൽസ് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ വൺസ് നിങ്ങൾ റിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ശ്രദ്ധിച്ച് ചെയ്യാം. ദെൻ റിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എഗെയിൻ ഒരു ഡിക്ലറേഷനാണ് അവർ ചോദിക്കുന്നത്. ദാറ്റ് ഇസ് എല്ലാം ഓക്കെയാണ്, നിങ്ങൾ ഫുള്ളി സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്, ദാറ്റ് ഇസ് നമ്മളിനി പേയ്മെൻറ്റിലേക്ക് പോവുകയാണ്, ഇനി ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങളിവിടെ ഡിക്ലറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ സിഗ്നേച്ചറിന് അവിടെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. ദെൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുവാണ് ആൻഡ് പേയ്മെൻറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ അത് സബ്മിറ്റ് ആൻഡ് പേയ്മെൻറ്റ്. ഇവിടെ വ്യൂ ആപ്ലിക്കേഷൻ ഫോം കൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ്. നമ്മൾ ഫൈനലി പേയ്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. സോ റിവ്യൂ ആൻഡ് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നെക്സ്റ്റ് നിങ്ങൾ പേയ്മെൻറ്റ് പേജിലേക്ക് പോകും.
അപ്പോൾ പേയ്മെൻറ്റ് പേജിലേക്ക് പോകുമ്പോൾ പല മോഡുണ്ട്, ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, നെറ്റ് ബാങ്കിങ്, UPI, വാലറ്റ്സ്, അങ്ങനത്തെ പല മോഡുണ്ട്. സോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ റെഡിയാണ് എങ്കിൽ നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ ഇപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ആദ്യം നോക്കുക കേട്ടോ. ഇതിൽ ഗേൾസ് ആണെങ്കിൽ 850 ആണ്, ബോയ്സിനാണെങ്കിൽ ഡബിളാണ്. അപ്പോൾ ആ പേയ്മെൻറ്റ് പിന്നെ എന്തൊക്കെയോ കാറ്റഗറി അനുസരിച്ച് ചില ഡിഫറൻസ് ഉണ്ട്. സോ ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ ആദ്യം നോക്കുക. ഇപ്പോൾ ജനറലി ആണെങ്കിൽ നമ്മൾ 850 ആണ് ലേഡീസിനോ അല്ലെങ്കിൽ ഗേൾസിനുള്ളത്, അതിൻ്റെ ഡബിളാണ് ബോയ്സിനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക പേയ്മെൻറ്റ് എത്രയാണുള്ളത്. ദെൻ നിങ്ങൾ ഈ ഇതിലേക്ക് പോവുക. വീണ്ടും ഇവിടെ ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ചോദിക്കുന്നുണ്ട്. ആ എക്സ്പ്രഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മേക്ക് പേയ്മെൻറ്റ് ചെയ്യാം. മേക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പേയ്മെൻറ്റ് വിൻഡോയിലേക്കാണ് പോകുന്നത്. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വൺസ് പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗോ ബാക്ക് ചെയ്യരുത് കേട്ടോ. പേയ്മെൻറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യാൻ നോക്കുക. അതല്ല എങ്കിൽ ലോഗ് ഔട്ടായിട്ട് വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ കയറിയിട്ട് വേണം ചെയ്യാൻ. സോ അവിടെ നിങ്ങൾ ഓപ്ഷൻ ഉണ്ട്. ചിലർക്ക് QR കോഡ് സ്കാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. QR കോഡ് കൊടുത്തു കഴിഞ്ഞാൽ QR കോഡ് വരും. then അത് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതിന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്, UPI ഉണ്ട്, താഴെ നെറ്റ് ബാങ്കിങ്ങും വാലറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ വഴിയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, നിങ്ങൾ പേയ്മെൻറ്റ് നടത്തും. ഓക്കെ, സോ പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ ഗേറ്റ് ആപ്ലിക്കേഷൻ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി ഇതായി കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഇയറിലേക്ക്, അതായത് 2023 ജാനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് ഡേറ്റിലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ആ ഡേറ്റ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ജാനുവരി ആകുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫെബ്രുവരിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഗേറ്റ് അപ്ലൈ. അപ്പോൾ ഇത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കയറി നോക്കുമ്പോൾ തന്നെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എളുപ്പമാണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ എല്ലാവരും അപ്ലൈ ചെയ്യേണ്ട ആൾക്കാരെല്ലാം അപ്ലൈ ചെയ്യാം. താങ്ക് യു.